ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വയനാടിന് സമാനമായ ദുരന്തമാണ് വിലങ്ങാടും ഉണ്ടായതെന്ന് MP ഷാഫി പറമ്പിൽ. ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതെയായി. വിലങ്ങാടും സർക്കാരിന്റെ ഇടപെടലുണ്ടാകണം. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ചെളിമണത്തോടെ ചിലർ പുറത്തേക്കിറങ്ങി നോക്കിയിരുന്നു. പരിശോധിച്ചപ്പോൾ വെള്ളത്തിന്റെ നിറം മാറുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ പ്രദേശവാസികളെ ഇവർ അറിയിക്കുകയും ഉടൻ തന്നെ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് ദുരന്തം സംഭവിച്ചത്. ആളുകൾ മാറിയില്ലായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ജീവൻ ഇതുപോലെ നഷ്ടമായേനെ. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വയനാടിന് സമാനമായ ദുരന്തമാണ് അവിടെയും ഉണ്ടായത്. വീടുകൾ, കടകൾ, വായനശാലകൾ, കുരിശുപള്ളി എന്നിങ്ങനെ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. വിലങ്ങാടും സർക്കാരിന്റെ ഇടപെടലുണ്ടാകണം. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. അതേസമയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എത്രയും പെട്ടെന്ന് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ്. ഇതുപോലെ ഒരു ദുരന്തം കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ല. അതീവ ദയനീയമാണ് സാഹചര്യം. 200-ലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നത് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മേപ്പാടി CHCയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി കാത്തിരിക്കുന്ന ദുരന്തബാധിതരുടെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്നു അദ്ദേഹം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ദുരന്തബാധിതർക്ക് കൂടുതൽ സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും. അതുകൊണ്ട് ദേശീയ ദുരന്ത പ്രഖ്യാപനം വൈകാൻ പാടില്ലെന്നും PK ഫിറോസ് പറയുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ജീവൻ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി ഉറ്റവരും ഉടയവരും ഒക്കെ പോയി. അവരുടെ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതാണ്. ഉരുൾപൊട്ടലിന്റെ ആ ഒരു ശബ്ദം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു മകളെ കണ്ടിരുന്നു. അവർക്ക് ഉമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട കാര്യം അറിയില്ല. അത്തരത്തിൽ സങ്കടകരമായ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ചുറ്റിലുമുള്ളത്. അവരെയെല്ലാം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഇവിടെയെത്തി സഹായം ചെയ്യുന്നുവെന്നും PK ഫിറോസ് ചൂണ്ടിക്കാട്ടി. വളരെ മനസ്സലിയിക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മുനവർ അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. കേരളത്തിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ മരിക്കുന്നതും ആദ്യമായിട്ടായിരിക്കും. ക്യാമ്പുകളിലും ആശുപത്രികളിലുമെല്ലാം പോയിരുന്നു. അവിടെ ഉറ്റവരെയും വേണ്ടപ്പെട്ടവരെയുമെല്ലാം നഷ്ടമായവരെയാണ് കാണാൻ കഴിഞ്ഞത്. പലർക്കും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് പറയാനുള്ളത്. വീടുകൾ നഷ്ടപ്പെട്ടു, പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. എന്തു ചെയ്യണമെന്ന് പോലും പലർക്കും അറിയില്ല. കാരണം സന്തോഷത്തോടെ കിടന്നുറങ്ങിയ സാഹചര്യത്തിൽ നിന്നാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് അവർ എത്തിയതെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ വേദനയോടെ പറഞ്ഞു. വലിയ പാക്കേജുകൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി സംഘടനകളും അതുപോലെ സഹായങ്ങൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് താമസിക്കാൻ വീടും ജോലിയും പഠന സൗകര്യവും ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഒരുപാട് മൃതദേഹങ്ങൾ മണ്ണിനടിയിലാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല. അവരെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹായിക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ദുരന്തത്തെ രാഷ്ട്രീയമായി കാണാതെ അതിന്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. 670ഓളം വീടുകൾ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട് നഷ്ടപ്പെട്ടവർ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കാൻ തയ്യാറാവണമെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വലിയ സംഭാവനകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം ലഭിച്ചത്. മമ്മൂട്ടി, സൂര്യ, ജ്യോതിക, കാർത്തി, ഫഹദ് ഫാസിൽ, കമൽഹാസൻ, ദുൽഖർ സൽമാൻ, ആസിഫ് അലി എന്നിവരെല്ലാം സംഭാവന നൽകിയിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ 1 കോടി രൂപയും IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ 25 ലക്ഷം രൂപയും നൽകി. സഹായങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. സർക്കാരിനത് വലിയ ആശ്വാസം തന്നെയാണ്.